ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലമാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. അപ്പോൾ ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് കേരള ബാങ്ക് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2018 പ്രിപ്പയർ ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഓൾറെഡി നമ്മൾ ഏതൊക്കെ ഐറ്റംസ് എവിടെയൊക്കെ വരുന്നു ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പ്രോബ്ലം കൂടി ചെയ്താൽ രണ്ട് പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 20 lakh. എന്താണത്? ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 1-ൽ പോകും. ദെൻ ബിൽസ് ഡിസ്കൗണ്ടഡ് 18 ലക്ഷം. ബിൽസ് ഡിസ്കൗണ്ടഡ് ഓൾറെഡി എവിടെയാണ് നമ്മൾ കാണിക്കുന്നത്? ബിൽസ് ഡിസ്കൗണ്ടഡ് ഷെഡ്യൂൾ 9-ൽ നമ്മൾ ലോൺസ് ആൻഡ് അഡ്വാൻസസിലാണ് ബിൽസ് ഡിസ്കൗണ്ടഡ് വരുന്നത്. ദെൻ റിസർവ് ഫണ്ട് സെക്കൻഡ്, ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് ഇതൊക്കെ ഇവിടെ അഡ്വാൻസസ്, അതായത് ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ ഒപ്പമാണ് അതൊക്കെ കാണിക്കുക. ദെൻ കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ളതൊക്കെ എവിടെയാണ് വരണത്? ഓൾറെഡി നമുക്കറിയാം ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സിലാണ് വരുന്നത്. പിന്നെ പ്രോഫിറ്റ് നമുക്ക് എവിടെ വരണത് നമുക്കറിയാം. പ്രോഫിറ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറയ്ക്കാൻ മറക്കരുത്? അതാത് വർഷത്തെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാറ്റാനായിട്ട് മറക്കരുത്. ദെൻ സ്റ്റാമ്പ്സ്, സ്റ്റേഷനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് വിത്ത് RBI. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്കറിയാം എന്താണ് ക്യാഷ് ഇൻ ഹാൻഡ്? ഷെഡ്യൂൾ 6 ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് വിത്ത് RBIയും ഷെഡ്യൂൾ 6. സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി അത് അതർ അസറ്റിൽ വരണമായിട്ടാണ് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി. ദെൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഡെബിറ്റ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ആയിരുന്നെങ്കിൽ അതർ ലയബിലിറ്റി ആണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് ആണെങ്കിൽ അത് അതർ അസറ്റാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഷെഡ്യൂൾ 8 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ലോൺ എന്താണ്? നമുക്ക് ഷെഡ്യൂൾ 9 ആണെന്നറിയാം. റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ എന്താണ്? ഷെഡ്യൂൾ 3. ദെൻ ക്യാഷ് സർട്ടിഫിക്കറ്റ് അതുപോലെ കണ്ടിജൻസി റിസർവ്. ക്യാഷ് സർട്ടിഫിക്കറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വരുന്ന ഒരു ഐറ്റമാണ്, ഡെപ്പോസിറ്റ് ഐറ്റമാണത്. ദെൻ കണ്ടിജൻസി റിസർവ് ആണ്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരും. ഇനി ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 10,000 തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ റിബേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിബേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പണിങ്ങും തരും, ചിലപ്പോൾ ക്ലോസിങ്ങും തരും. പക്ഷേ ഒരൈറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോസിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അത് എവിടെ നിന്ന് കുറയ്ക്കണം? പ്രോഫിറ്റ് നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂൾ 30-ൽ നിന്ന് ബിൽസ് ഡിസ്കൗണ്ടഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് റിബേറ്റ് ആഡ് ചെയ്തു ക്ലോസിംഗ് റിബേറ്റ് ലെസ് ചെയ്യണം. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളുടെ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? ഈ റിബേറ്റും കുറയ്ക്കേണ്ടി വരും. ഈ പ്രൊവൈഡ് ഫോർ 80,000 ഡൗട്ട്ഫുൾ ഡെറ്റ്, ഇത് രണ്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ അഡീഷണൽ ഇൻഫർമേഷനിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ദെൻ അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഗ്യാരണ്ടി. അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അത് കണ്ടിജൻ്റ് ലയബിലിറ്റിയാണ്. കാരണം ഗ്യാരണ്ടി കൊടുത്തേക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അത് എന്തായി മാറാം? ലയബിലിറ്റി ആയിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിജൻ്റ് ലയബിലിറ്റിയിൽ വരും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ക്യാപിറ്റൽ 20 ലക്ഷമാണ്, വേറെ ഐറ്റം ഒന്നുമില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ എടുത്തെഴുതി. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെപ്പോസിറ്റ്, ബോറോയിങ്സ് ഇതൊക്കെ നമ്മൾ ഷെഡ്യൂൾ വരച്ച് അതിൻ്റെ ടോട്ടൽസ് ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റലിൻ്റെ ഷെഡ്യൂളാണ്. ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ എഴുതി. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. ഓൾറെഡി 2,20,000 നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഏതൊക്കെ കുറയ്ക്കണം? റിബേറ്റും അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് നമ്മൾ ലെസ് ചെയ്യും. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും കൂടി ലെസ് ചെയ്തപ്പോൾ നമുക്ക് 1.30 കിട്ടി. അതിൽ നിന്ന് അപ്പോൾ 1.30 നമ്മുടെ യഥാർത്ഥ പ്രോഫിറ്റ്. അതിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കുറയ്ക്കും, എന്നിട്ട് റിസർവായിട്ട് അത് നമ്മൾ വേറെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കുറച്ചപ്പോൾ ഇപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് 97,500 ആണ്. പിന്നെ റിസർവ് ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമ്മളെടുത്ത് എഴുതി. കണ്ടിജൻ്റ് റിസർവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമ്മളെടുത്ത് എഴുതി. വീണ്ടും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞ് ഈ ഐറ്റം ഇവിടെ 32,500 നമ്മൾ
വീണ്ടും എടുത്തെഴുതി. അതല്ല നിങ്ങളിത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവിനെ കുറിച്ച് ഓർക്കണ്ട, ഈ 1.30 അങ്ങനെ തന്നെ ഇവിടെ നമുക്ക് കാണിക്കാം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ആ 32,500 ഇവിടെ 32,500 ആ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാറ്റി ബാക്കിയുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റായിട്ടും കാണിക്കണം. ആ 32,500 റിസർവായിട്ട് സെപ്പറേറ്റ് കാണിക്കണം. സെയിം എഫക്റ്റ് തന്നെയാണ്, ടോട്ടൽ തന്നെയാണ് അവിടെ വരുന്നത്. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നമുക്ക് ഐറ്റംസ് ഓരോന്നും തന്നിട്ടുണ്ട്. അല്ലെ നിങ്ങൾ പരിചയമില്ലാത്തൊരു ഐറ്റം വന്നത് ക്യാഷ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ക്യാഷ് സർട്ടിഫിക്കറ്റും എന്താണ്, ഡെപ്പോസിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ടോട്ടൽ ചെയ്ത് അത് എഴുതാം. പിന്നെ ഷോർട്ട് ലോൺ, ഒരു ബോറോയിങ്സ് ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് 12 ലക്ഷം, അത് എഴുതാം. അൺക്ലെയിംഡ് ഡിവിഡൻഡ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, അത് അതർ ലൈബിലിറ്റിയിൽ. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡും നമ്മൾ അതർ ലൈബിലിറ്റിയിൽ എഴുതി. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് വിത്ത് RBI, അത് നമുക്കറിയാം ഷെഡ്യൂൾ 6. ബാലൻസ് വിത്ത് ബാങ്ക്, മണി അറ്റ് കോൾ, ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവിടെ എമൗണ്ട് ഒന്നും കാണുന്നില്ല. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് 9,50,50,000 ആണ്, അത് നമ്മൾ അങ്ങനെ എഴുതി. പിന്നെ ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ്, അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് കുറച്ചു, നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് 91,200 എന്നുള്ളത് ഇവിടെ കിട്ടി. ദെൻ കാരണം ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റത്തിന്, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റത്തിന് 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണല്ലോ നമ്മൾ ഓൾറെഡി പറയണേ. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന അവിടെയും നമ്മൾ ലെസ് ചെയ്തു. അതുപോലെ ഇവിടെ അഡ്വാൻസസിൽ നിന്ന് നമ്മളത് ലെസ് ചെയ്തു. ദെൻ മറ്റേ അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്, അതായത് അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് അല്ല, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അത് അവിടെയും ലെസ് ചെയ്തു. നമ്മളിവിടെ അത് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ അതവിടെ കാണിക്കുകയും ചെയ്തു. ദെൻ ഫർണിച്ചർ 40,000, അത് അങ്ങനെ തന്നെ എഴുതി. സ്റ്റോക്ക്, സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് അതർ അസറ്റിൽ എഴുതി. കണ്ടിജൻറ്റ് ലയബിലിറ്റി അത് 650 നമുക്ക് തന്നിട്ടുണ്ട്. ആ കണ്ടിജൻറ്റ് ലയബിലിറ്റിയുടെ 650 എഴുതി. നമ്മൾ ഷെഡ്യൂൾ 12 വരെ എഴുതി ക്ലോസ് ചെയ്തു. ദെൻ അതിൻ്റെ ടോട്ടൽസ്, ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അങ്ങനെ ഷെഡ്യൂളിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതി. അപ്പോൾ അസറ്റ് ലയബിലിറ്റി സൈഡ് കിട്ടി. അതേപോലെ തന്നെ അസറ്റ് ടോട്ടൽ ചെയ്തു, ടാലിയായി. കണ്ടിജൻറ്റ് ലയബിലിറ്റി സെപ്പറേറ്റ് എഴുതി. ബിൽ ഫോർ കളക്ഷൻ എന്നുള്ള എമൗണ്ട് ഉണ്ടായില്ല, അതുകൊണ്ട് അതവിടെ കാണിക്കേണ്ടി വന്നില്ല. ഈ രണ്ട് പ്രോബ്ലം നോക്കിയാൽ മതി. ചിലപ്പോൾ ഫോർമാറ്റ് ആയിരിക്കാം, അതല്ല എങ്കിൽ പ്രോബ്ലം തന്നാൽ പോലും ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുള്ളൂ.